പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന്റെ ഇരകളായ ഇന്ത്യ പാകിസ്ഥാന് പലകുറി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ യുദ്ധഭീതിയുണ്ടാക്കുന്നു. ഇന്ത്യ സൈനിക വിന്യാസം ശക്തമാക്കുകയും സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ യുദ്ധസമാനമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷ പലർക്കുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങളുള്ള രാജ്യങ്ങളായതിനാൽ ഇവ പ്രയോഗിക്കപ്പെട്ടാൽ ആഘാതം കനത്തതായിരിക്കും. പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ ചെറിയ രാജ്യമായതിനാൽ ആ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ അണുവായുധത്തിന് ശേഷിയുണ്ട്. കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്താനാകും ഇന്ത്യയുടെ നീക്കം. ഇന്ത്യയുടെ റഫാൽ ജെറ്റുകളാകും ഇതിന് നേതൃത്വം നൽകുക. അടുത്തിടെ ഇന്ത്യ കൂടുതൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു. യുദ്ധം കനക്കുകയും ആണവായുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്താൽ കോടിക്കണക്കിന് മരണങ്ങൾക്കും ആഗോള കാലാവസ്ഥാ പ്രതിസന്ധിക്കും കാരണമാകും. ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമല്ല പല രാജ്യങ്ങളിലും ഇതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. വ്യാപാരം, നിക്ഷേപം, കാർഷിക ഉൽപ്പാദനം എന്നിവയെല്ലാം തടസ്സപ്പെടും. യുദ്ധം ഭയന്ന് കോടിക്കണക്കിന് ആളുകൾ പലായനം ചെയ്യേണ്ടി വരും. ഇന്ത്യയിലും പാകിസ്ഥാനിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിച്ചേക്കാം. പാകിസ്ഥാനിൽ ഹിന്ദുക്കളും ഇന്ത്യയിൽ മുസ്ലിങ്ങളും ആക്രമണത്തിന് ഇരയായേക്കും. യുദ്ധമുണ്ടായാൽ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ജമ്മു കശ്മീർ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായതിനാൽ ഇവിടെയാകും ആക്രമണത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. അതിർത്തി സംസ്ഥാനങ്ങളായ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവയും ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളുമാകും പാകിസ്ഥാൻ ലക്ഷ്യമാക്കുക. അതേസമയം പാകിസ്ഥാൻ മുഴുവനായും ആക്രമിക്കാവുന്ന ആയുധങ്ങൾ ഇന്ത്യയുടെ കയ്യിലുണ്ടെന്നതിനാൽ കോടിക്കണക്കിന് ജനങ്ങളെ യുദ്ധം ബാധിച്ചേക്കും. യുദ്ധമുണ്ടായാൽ മനുഷ്യ സാമ്പത്തിക പ്രതിസന്ധി, നാശം ഭീകരമായിരിക്കും. അന്താരാഷ്ട്ര ഇടപെടലുണ്ടായാൽ ആണവയുദ്ധം ഒഴിവാകുമെങ്കിലും പാക് പ്രദേശത്ത് ഇന്ത്യ ആക്രമണം നടത്താനുള്ള സാധ്യത ഏറെയാണ്.